ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നൗസ് കുക്ക് ബുക്ക്. ഇന്ന് നമുക്ക് ഫിഷ് ബിരിയാണി റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ മാരിനേറ്റ് ചെയ്യാൻ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ മീൻ ഫ്രൈ ചെയ്ത എണ്ണയിലാണ് മസാല തയ്യാറാക്കി എടുക്കുന്നത്. ആദ്യം നമുക്ക് 2 നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചെറിയ ഉള്ളിയും മുളകും ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റുക. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 7 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഡാൽഡ ചേർക്കാം. പട്ട, ഗ്രാമ്പു, കച്ചോളം, ഏലക്ക ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് രമ്പയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് കൈമ റൈസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 4 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. മീൻ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അരിയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി റൈസ് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കാം.
അങ്ങനെ റൈസ് തയ്യാറായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഫിഷ് ബിരിയാണി റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്തിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.